നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പ്രതീക്ഷിക്കാത്ത സമയത്ത് ആർക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു ചേരാം. അപ്പോഴൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും, ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ എന്ന്. അവിശ്വാസികൾ പോലും അറിയാതെ ചിലപ്പോൾ ഈശ്വരനെ ഓർത്തു പോകും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഈശ്വരശക്തി നമ്മിൽ നിന്നും അന്യമല്ല. അത് നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയാണ്. ശരിയായ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്കെപ്പോൾ വേണമെങ്കിലും ആ ശക്തിയെ ഉണർത്താം. പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചിലപ്പോൾ സംശയമുണ്ടായേക്കാം. വിനയമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഏത് മതവിശ്വാസത്തിലായാലും പ്രാർത്ഥന പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാകും. നീയാണ് എല്ലാം, ഞാനൊന്നുമല്ല എന്നുറച്ചു വിശ്വാസത്തോടെ ആത്മാർപ്പണത്തോടെ പരമമായ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ വിനീതനായി തല കുമ്പിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രാർത്ഥന. ഇതൊരു മനോഭാവമാണ്. ശ്രീകോവിലിന് മുന്നിലും ഈശ്വര രൂപത്തിന് മുന്നിലും താണു വീണ് നമസ്കരിക്കുമ്പോൾ താൻ ഒന്നുമല്ല എന്ന വിശ്വാസമാണ് ഹൃദയത്തിൽ ഉറക്കേണ്ടത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. പുഷ്പകമായ വിമാനവും കൈക്കൊണ്ടു കർപ്പൂരാധീശ്വരനും നടന്നീടിനാൻ. അഗ്രജൻ തന്നെ ജയിച്ചു ദശാനനൻ നിർഗമിച്ചിടിനാൻ. പുഷ്പകത്തിന്മേലെ വന്നു ശരവണദേശമണഞ്ഞപ്പോൾ നന്നായുറച്ചിളകാഞ്ഞിതു പുഷ്പകം. എന്തിതിൻ കാരണമെന്നു ദശാനനൻ ചിന്തിച്ചുഴന്നതു കണ്ടു മാരീചനും ചൊന്നാൻ. ധനധനയെന്നിഹ പുഷ്പകമന്യജനത്തെ വഹിക്കയില്ലെന്നതോ മറ്റൊരു കാരണമുണ്ടാകയോ ഇതിൻ കുറ്റമെന്തെന്നു വിചാരിച്ചു കാണണം എന്നു പറഞ്ഞിരിക്കുന്ന നേരം തത്ര നന്ദീശ്വരനൊരു വാനരവേഷമായി ചെന്നുര ചെയ്താൻ. ഉമാപതി ശങ്കരൻ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ നീലകണ്ഠൻ നൃത്തമാടും പ്രദേശമിതാർക്കുമൊരിക്കലും വന്നുകൂടായല്ലോ. എങ്കിൽ തിരികെ നീ വന്ന വഴിക്കിനി കാലേ ഗമിച്ചു കൊള്ളേണം യഥോചിതം. ധിക്കാരമുൾക്കൊണ്ടു തന്നെ മരിപ്പതിനുൾക്കടാഹങ്കാരമോടു
വരായിക നീ എന്നതു കേട്ടു ദശാസ്യനുമന്നേരം എന്നോടു വന്നൊരു വാനരൻ ചൊന്നതു നന്നു നന്നെന്നപഹാസവും ചെയ്തവനൊന്നലറി ചിരിച്ചിടിനാനേറ്റവും നിന്ദിച്ചു ചൊന്നതു കേട്ടു കോപം പൂണ്ടു നന്ദീശ്വരനും അവനോടു ചൊല്ലിനാൻ. മായാപ്രയോഗത്തിൽ രാവണൻ വൈശ്രവണനെ ബോധം കെടുത്തി അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനവും അപഹരിച്ച് തിരിച്ചു മടങ്ങി. ശരവണത്തിലെത്തിയപ്പോൾ വിമാനം അവിടെ ഇറക്കി. തുടർന്ന് രാവണനും രാക്ഷസ സംഘത്തിനും പുഷ്പക വിമാനത്തെ അവിടെ നിന്നും ഉയർത്താനായില്ല. വാനരവേഷത്തിലെത്തിയ നന്ദികേശൻ ഈ സ്ഥലം ശിവഭഗവാൻ നൃത്തം ചെയ്യുന്ന സ്ഥലമാണെന്നും ആരും ഇവിടെ പ്രവേശിക്കരുതെന്നും തിരിച്ചു പോകണമെന്നും രാവണനോട് പറയുന്നു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച രാവണൻ അതിനു നൽകുന്ന മറുപടിയാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. കുബേരനും രാവണനും നേർക്കുനേർ മഹായുദ്ധം ചെയ്തു. നേരായ യുദ്ധത്തിൽ കുബേരനെ തോൽപ്പിക്കാൻ കഴിയാത്ത രാവണൻ മായാപ്രയോഗം ചെയ്ത് കുബേരനെ മോഹിപ്പിച്ചു. അങ്ങനെ മോഹിതനായ സന്ദർഭത്തിൽ കുബേരൻ്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. അങ്ങനെ രക്തം ചീറ്റിക്കിടക്കുന്ന കുബേരനെ പത്മൻ തുടങ്ങിയവർ കൊണ്ടുപോയി യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. ആ സമയത്ത് പുഷ്പകമായ വിമാനവും കൈക്കൊണ്ടു കർപ്പുരാധീശ്വരനും നടന്നിടിനാൻ. അഗ്രജൻ തന്നെ ജയിച്ചു ദശാനനൻ നിർഗമിച്ചിടിനാൻ പുഷ്പകത്തിന്മേലേ. നേരായ യുദ്ധത്തിൽ ഒരിക്കലും കുബേരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മായാ പ്രയോഗം കൊണ്ട് കുബേരനെ വീഴ്ത്തി. അനന്തരം പുഷ്പക വിമാനത്തെ കൈക്കൊണ്ട് ആ ദശാനനൻ രാക്ഷസ രാജാവ് അവിടെ നിന്ന് പുറപ്പെട്ടു. പുഷ്പകത്തെ അപഹരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജ്യേഷ്ഠനെ ജയിച്ച് ആ 10 തലകളോട് കൂടിയവൻ പുഷ്പകത്തിൽ യാത്രയായി. വന്നു ശരവണദേശമണഞ്ഞപ്പോൾ നന്നായുറച്ചിളകാഞ്ഞിതു പുഷ്പകം. എന്തിതൻ കാരണമെന്നു ദശാനനൻ ചിന്തിച്ചുഴന്നതു കണ്ടു മാരീചനും. ചൊന്നാൻ ധനധന എന്നിയെ പുഷ്പകമന്യജനത്തെ വഹിക്കയില്ലെന്നതോ. മറ്റൊരു കാരണമുണ്ടാകയോ ഇതിൽ കുറ്റമെന്തെന്നു വിചാരിച്ചു കാണണം എന്നു പറഞ്ഞിരിക്കുന്ന നേരം തത്ര നന്ദീശ്വരനൊരു വാനരവേഷമായി ചെന്നുര ചെയ്താനുമാപതി ശങ്കരൻ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ നീലകണ്ഠൻ നൃത്തമാടും പ്രദേശമിതാർക്കുമൊരിക്കലും വന്നുകൂടായല്ലോ. അങ്ങനെ പുഷ്പകത്തിൽ രാക്ഷസ രാജാവും സംഘവും യാത്ര തിരിക്കുകയാണ്. ശരവണത്തിലെത്തിയപ്പോൾ അവിടെ വിമാനമിറക്കി. എന്നാൽ പിന്നീട് വിമാനം ഇളകാതായി. പുഷ്പകം അവിടെ ഉറച്ചു പോവുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും വിമാനത്തെ പറത്താൻ കഴിയുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അവർ ആലോചിക്കുന്നു. അവിടെ മാരീചൻ ഒരു സാധ്യത പറയുന്നത് കുബേരനെ മാത്രമേ വഹിക്കൂ പുഷ്പകമെന്നുണ്ടോ? ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. പുഷ്പകത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ആളെ മാത്രമേ വഹിക്കൂ, അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. ഒന്നുകിൽ അങ്ങനെയായിരിക്കാം. അതല്ല മറ്റു വല്ല കാരണവുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതാണ് എന്നിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ സാക്ഷാൽ നന്ദികേശ്വരൻ എത്തിപ്പെടുകയാണ്. ഒരു വാനര രൂപം ധരിച്ചാണ് നന്ദികേശ്വരൻ വരുന്നത്. എന്നിട്ട് ദശാനനോട് പറഞ്ഞു, ഇത് സാക്ഷാൽ പാർവതീപതിയായ ഉമാപതിയായ ശങ്കരൻ ശിവഭഗവാൻ നൃത്തം ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ മറ്റാർക്കും തന്നെ വരാൻ അനുവാദമില്ല. അതാണ് നിങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാത്തത്.
എങ്കിൽ തിരികെ നീ വന്ന വഴിക്കിനി കാലേ ഗമിച്ചു കൊള്ളേണം യഥോചിതം. ധിക്കാരം ഉൾക്കൊണ്ടു തന്നെ മരിപ്പതിനുത്കടാഹങ്കാരമോടുവരായിക നീ എന്നതു കേട്ടു ദശാസ്യനും അന്നേരം എന്നോട് വന്നൊരു വാനരൻ ചൊന്നത്. നന്നെന്ന അപഹാസവും ചെയ്തവൻ ഒന്നലറി ചിരിച്ചിടിനാനേറ്റവും. അതുകൊണ്ട് നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളൂ, വേഗം തന്നെ. അതാണ് ഉചിതമായത്. ധിക്കാരം കൊണ്ട് ഇവിടെ തങ്ങി മരിക്കാനിട വരരുത്. അഹങ്കാരത്തെ ശമിപ്പിച്ച് വന്ന വഴിക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. ഇത് ഭഗവാന്റെ വിഹാരഭൂമിയാണ്. ഇപ്രകാരം വാനരരൂപധാരിയായ നന്ദികേശ്വരൻ പറഞ്ഞ സമയത്ത് ദശാനനൻ അപഹസിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഒരു വാനരൻ എന്നോട് ഇപ്രകാരം പറഞ്ഞുവല്ലോ എന്ന് കളിയാക്കി അപഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നു. നിന്ദിച്ചു ചൊന്നതു കേട്ടു കോപം പൂണ്ടു നന്ദീശ്വരനും അവനോടു ചൊല്ലിനാൻ. എന്നെ വാനരൻ എന്ന് പറഞ്ഞല്ലേ നീ അപഹസിച്ചത്? അതുകൊണ്ട് നിൻ്റെ സമ്പൂർണമായ കുലം വാനരന്മാരാൽ നശിപ്പിക്കപ്പെടും, സംശയമില്ല എന്ന് ശാപം നൽകി ദേവന്മാരെയും മഹർഷിമാരെയും ഉപദ്രവിച്ചുകൊണ്ട് നിൻ്റെ ആയുസ് നശിപ്പിച്ചുകൊള്ളൂ എന്നും പറഞ്ഞു. പക്ഷേ അഹങ്കാരിയായ രാവണൻ ഇതൊന്നും മനസ്സിലാക്കിയില്ല. അങ്ങനെ നന്ദീശ്വരനിൽ നിന്ന് ശാപം ലഭിക്കുകയാണ്. വാനരന്മാരാൽ സകുലം നശിക്കുമെന്ന്. ഈ ഭാഗം തുടർന്ന് നമുക്ക് ചിന്തിക്കാം. നാരായണ കവചത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തെ വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ജലത്തിൽ നിന്നും ജലജന്തുക്കളിൽ നിന്നും മത്സ്യസ്വരൂപിയായ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. ഭൂമിയിൽ ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്നും മായാവടുവായ വാമനമൂർത്തി എന്നെ രക്ഷിക്കണേ. തുടർന്നുള്ള ഭാഗം സ്വാമിയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീനാരായണ കവചം, നാരായണ കവചം എന്നറിയപ്പെടുന്ന മഹാമന്ത്രത്തിൻ്റെ രണ്ടാം മന്ത്രമാണ് നമ്മളിന്ന് ജപിക്കാൻ പോകുന്നത്. ജലേക്ഷു മാം രക്ഷസു മത്സ്യമൂർത്തിർ യാദോ ഗണഭ്യോ വരുണസ്യ ഭാഷാത് സ്ഥലേഷു മായാ വടുവാമനോവ്യാത് ത്രിവിക്രമഖേ അവതു വിശ്വരൂപ. പറയുകയാണ്, ജലേഷു, ജലത്തിൽ എന്നെ രക്ഷിക്കേണ്ടത്. ജലത്തിൽ വീണ് ഒരുപാട് അപമൃത്യു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജലത്തിൽ മാം രക്ഷതു മത്സ്യമൂർത്തി. എങ്ങനെയുള്ള എന്തൊക്കെയാണത്? യഥോഗണേപ്യ, ജലജന്തുക്കളിൽ നിന്നും. ജലത്തിൽ ഓരോ ഭീകരജീവികളുണ്ട്. ആ ജലജന്തുക്കളിൽ നിന്നും വരുണസ്യ പാശാത്, വരുണൻ്റെ പാശത്തിൽ നിന്നും യഥോഗണേഭ്യ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനൊക്കെയാണ് ഈ ഭഗവാൻ അവതാരമെടുത്തതെന്ന്. അതിനെയും കൂടെ ഉത്തരം ഇവിടെ കിട്ടുകയാണ്. മത്സ്യസ്വരൂപിയാണ്, ജലത്തിൽ ആപത്ത് വരാതെ നമ്മളെ എപ്പോഴും കാക്കുന്നത്. അതെന്തൊക്കെ ആപത്തിൽ നിന്നാണ്? ജലജന്തുക്കൾ, വരുണസ്യ ഭാഷ, വരുണൻ്റെ പാശത്തിൽ നിന്നും, മത്സ്യമൂർത്തി, മത്സ്യസ്വരൂപിയായ വിഷ്ണു ഭഗവാൻ മാം രക്ഷതു, എന്നെ രക്ഷിക്കട്ടെ. ഇനി അടുത്തത് പറയുകയാണ്, സ്ഥലേഷു. സ്ഥലേഷു എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം എന്നുള്ള ശബ്ദം കൊണ്ട് ഭൂമിയിൽ നിന്ന് എടുക്കണം. സ്ഥലങ്ങളിൽ, സ്ഥലത്തിലെ ത്രിവിക്രമ, 3 പദവിന്യാസങ്ങളോട് കൂടിയത്. അതാണ് ത്രിവിക്രമം എന്ന് പറയുന്നത്. 3 പാദങ്ങൾ, 3 അടി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലോകം മുഴുവൻ എല്ലാം കൈക്കലാക്കിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? 3 പാദം വെച്ച് ലോകത്തെ മുഴുവൻ അളന്നെടുത്ത്. അങ്ങനെ മായാവടുവായ, മായ എന്ന് പറഞ്ഞാൽ മായയാൽ, വടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി, മായയാൽ ബ്രഹ്മചാരിയായ വാമനനായി അവതരിച്ച ഭഗവാൻ അവ്യാത് രക്ഷിക്കണം. പിന്നെന്താണ് അടുത്ത പറയുന്നത്? ത്രിവിക്രമ, 3 പദന്യാസങ്ങളോടുകൂടിയ ഈ ആകാശത്തെ, ആകാശത്തിൽ വിശ്വരൂപ, ലോകസ്വരൂപനായിരിക്കുന്ന, വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ ലോകസ്വരൂപൻ, വിശ്വരൂപനായിരിക്കുന്ന ഭഗവാൻ മാം അവതു, എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെ
നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഓരോരോ അവതാരങ്ങൾ, ആ അവതാരങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മളെ സുരക്ഷമാക്കുന്നതാണ് നാരായണ കവചത്തിൻ്റെ പ്രത്യേകത. ആദ്യത്തെ എന്തായിരുന്നു? മത്സ്യമൂർത്തിയായി ഭഗവാൻ മത്സ്യമൂർത്തിയായി അവതരിച്ച് ഹയഗ്രീവിൽ നിന്ന് വേദങ്ങളൊക്കെ വീണ്ടെടുത്തു എന്ന് നമുക്കറിയാം. വരാഹമായി അവതരിച്ചിട്ടുണ്ട്, മത്സ്യമായി അവതരിച്ചിട്ടുണ്ട്. മത്സ്യമായി പ്രളയത്തിൽ അവതരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയുള്ളതെല്ലാം സംരക്ഷിക്കപ്പെട്ടത്, അല്ലേ? ഇങ്ങനെ ഓരോ അവതാരത്തിൻ്റെ മഹത്വവും ഓരോ പദത്തിലൂടെ, ഓരോ മന്ത്രത്തിലൂടെ വിശദമാക്കി തരുമ്പം നമ്മുടെ മനസ്സിലിനി വെള്ളത്തിലിറങ്ങിയാൽ എന്താണ്? മത്സ്യമൂർത്തിയായ ഭഗവാനുണ്ടെന്ന് വിചാരിച്ചോണം. ജലത്തിൽ നഗ്നരായി കുളിക്കരുതെന്ന് പറഞ്ഞ് ഗോപസ്ത്രീകളുടെ വസ്ത്രത്തെ മാറ്റിവെച്ചു ഭഗവാൻ. എന്തിനാണ്? ജലത്തിൽ നഗ്നരായി കുളിച്ചതുകൊണ്ടാണ്. മത്സ്യരൂപിയായ ഭഗവാൻ അവിടെ ഉള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞു, വരുണൻ്റെ പാശവും അവിടെ നമ്മളെ സുരക്ഷിതമാക്കില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർ യഥോ ഗിണേഭ്യ വരുണസ് യഥോ ഗിണേഭ്യ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ജലത്തിലുള്ള എന്തെങ്കിലും ജന്തുക്കളൊക്കെ, ഇപ്പം മുതല തുടങ്ങിയിരിക്കുന്നതൊക്കെ നമ്മളെ ആക്രമിക്കാം. ആ ജലജന്തുക്കളിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. സ്ഥലേഷു മായാവടു വാമന, ഭൂമി. ഒരുപാട് പേരിങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നാളികേരം ഇങ്ങനെ ഒഴിഞ്ഞു കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറയും. എന്താ? ഭൂമി സംബന്ധമായ ദോഷങ്ങൾ. വീട് വയ്ക്കുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഒരു നാളികേര ഒഴിയ, ഒരു തുളസിത്തറ വയ്ക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ വീടിൻ്റെ ഉമ്മറത്തും മരങ്ങൾ വയ്ക്കുന്നതിന് ഇന്ന ദിക്കുകൾ, ഇതെല്ലാം നമ്മൾ കണക്കൂട്ടി. അടുക്കള പണിയുന്നതിനൊരു ദിക്കുണ്ട്. ഇങ്ങനെ ദിക്കുകളെല്ലാം നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ നമ്മളെ പരിഹരിക്കാൻ ഒരാളെ സ്മരിച്ചാൽ മതി. ആരാ? വാമനരൂപിയായ ബ്രഹ്മചാരിയെ. ഇപ്പോൾ എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ജലത്തിൽ അപമൃത്യു വരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ എത്രയോ മനുഷ്യർ ഭൂമിയിൽ തന്നെ ദുരന്തങ്ങൾ വന്നിട്ട് മരിച്ചിട്ടുണ്ട്, ഇല്ലേ? മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ട് എത്രയോ പേര്, എത്രയോ സുനാമികളിലൊക്കെ തന്നെ. ഞാൻ പലതും നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഹിമാലയത്തിൽ താമസിക്കുമ്പോൾ. നമ്മൾ ചില അന്യമതസ്ഥർ വിചാരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അനേകം ദേവതാസങ്കല്പങ്ങൾ നമുക്ക് ഉള്ളത് എന്നുള്ളത്. ദേവതാസങ്കല്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദേവതകളുടെയും ശക്തിവിശേഷത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭ്രാന്തനായ നാരായണത്ത് ഭ്രാന്തനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ചുടലക്കാട്ടിലെ ഭക്ഷണം, ഇങ്ങനെ ഭ്രാന്തനാണല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ ഭ്രാന്തിൻ്റെയാണ്. ഈ ചുടലക്കാട്ടിൽ ശവം ദഹിപ്പിക്കുമ്പോൾ അതുമേ കൊണ്ടുവന്നാണ് അരി പാകം ചെയ്തെടുക്കുന്നത്. ഒരു നാൾ ചുടലക്കാട്ടിൽ ഇങ്ങനെ അരി പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ ആനന്ദ നൃത്തമാടാൻ ഭദ്രകാളിയും കിങ്കരരും കൂടെ വന്നു. അവർ വന്നപ്പോഴത്തേക്ക് കണ്ടതാരെയാ? ഈ ഭ്രാന്തനെയാണ് കണ്ടത്. അത്ര ഭ്രാന്തനല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിവിടെ തീ കായാനും ഭക്ഷണം പാകം ചെയ്യാനുമാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് ദേവതകൾ, നിങ്ങളിവിടുന്ന് പോയി തരാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഫലങ്ങൾ നൽകാം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും. അങ്ങനെ അവസാനം പറഞ്ഞ്, എനിക്കെന്നാൽ ഒരു കാര്യം ചെയ്യണം, മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം മരിക്കണം, അതും പറ്റില്ല. അവസാനം നിവർത്തി കേട്ട നാരായണത്ത് ഭ്രാന്തൻ എന്ത് ചെയ്ത്? ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക്. ചില ദേവതകൾക്ക് ചിലത് കഴിവുകളുള്ളത്, അത് സൂക്ഷ്മമായ ശക്തിവിശേഷം. ഇതൊക്കെ വാചകടിക്കോ പ്രസംഗത്തിനോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാത്ത തപസ്സിലൂടെ മാത്രം അറിയപ്പെടുന്ന ശക്തിവിശേഷമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ എല്ലാവരും ഈ വക ദോഷങ്ങളെയൊക്കെ പരിഹരിക്കുന്ന നാരായണ കവചത്തെ മനസ്സിനകത്ത് ഉറപ്പിച്ചുകൊണ്ട്, ദേവത അനേകമാണെങ്കിൽ അതിൻ്റെ ശക്തിവിശേഷവും അനേകമാണെന്ന് മനസ്സിലാക്കി തപസ്വികളായ ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകളെ നമുക്ക് സ്വീകാര്യമാക്കുക. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.